സാർ നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പിണറായി വിരുദ്ധ വികാരത്തിന് എതിരെയായി, ഭരണവിരുദ്ധ വികാരത്തിനെതിരെയായി ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നപ്പോഴും CPM ആദ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവചിച്ചിരുന്നത് പോലെ വൻപിച്ച ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കഷ്ടി 77 സീറ്റെങ്കിലും കിട്ടി ഭരിക്കാൻ സാധിക്കും എന്നുള്ളൊരു നിഗമനത്തിൽ മാത്രമാണ് അവരെത്തിയിരിക്കുന്നത്. ആ സംസ്ഥാന സമിതി യോഗത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ CPM-ന് ഭരണം കിട്ടില്ല എന്നുള്ള തരത്തിൽ തന്നെയുള്ളൊരു ആശങ്കകൾ അവർ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. പല രാഷ്ട്രീയ അവലോകനങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപന അവലോകനങ്ങളിലുമെല്ലാം ജനം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നതും പല രാഷ്ട്രീയ നിരീക്ഷകരുടെ അവലോകനത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ജനം UDF-ന് അനുകൂലമായി വിധി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും കേരളത്തിലെ ജനജീവിതം പഴയതിൽ നിന്നും, അതായത് 2026 മുമ്പായി കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് വിഭിന്നമായി ജനത്തിന് ഗുണകരമായ രീതിയിൽ എങ്ങനെയാണ് പുതിയ സർക്കാരിന് ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന വിഷയം ഏതാണ്ട് 6 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് ഇന്ന് ഈ കഴിഞ്ഞ സർക്കാർ കേരളത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളിൽ നിന്നും പദ്ധതികളിൽ നിന്നും ഇനി കേരളത്തിന് പണം കിട്ടാനുണ്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞെങ്കിലും കേരളത്തിന് കൊടുക്കാനെല്ലാം കൊടുത്തു എന്നാണ് കേന്ദ്രം പറയുന്നത്. അപ്പോൾ ഇനി കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടാനുള്ള സാധ്യതകളില്ല. അങ്ങനെയെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാരിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഭരണച്ചിലവുകൾ, ഭരണനിർവഹണത്തിനുള്ള ചിലവ് കണ്ടെത്തുന്നതിന് വേണ്ടി സാമ്പത്തികം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. ഈ ഒരു വിഷയം വരുന്ന സർക്കാരിന് കീറാമുട്ടി തന്നെയാണ്, ബാലികേറ മല തന്നെയാണ്. എവിടെ നിന്ന് സാമ്പത്തിക വരുമാനം കണ്ടെത്തും? ജനങ്ങൾക്ക് മേലെ ഇനിയും അധിക നികുതി അടിച്ചേൽപ്പിക്കാതെ ഇപ്പോൾ തന്നെ വെള്ളക്കരം, കറണ്ട് ചാർജ്, പാചകവാതകം, ഇതുപോലെ എല്ലാ മേഖലകളിലും വർദ്ധിച്ച നികുതി ഉണ്ടായിരിക്കുന്നു, വിലവർധന ഉണ്ടായിരിക്കുന്നു. സാധാരണക്കാരന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല കിട്ടുന്ന വരുമാനം കൊണ്ട്, തൊഴിലവസരങ്ങൾ കുറവ്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഇനി പുതിയ സർക്കാർ കൂടുതൽ നികുതികൾ ജനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശ്രീലങ്കയിലൊക്കെ നടന്നതുപോലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ പുതിയ സർക്കാരിൻ്റെ വരവും ഭരണവും കൂട്ടി വായിക്കാൻ. ഈ വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് പുതിയ സർക്കാർ നിർവഹിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആശങ്ക തന്നെയാണ്. പ്രവാസി വ്യവസായി എന്ന രീതിയിൽ, നാട്ടിൽ ഇപ്പോൾ ഒരു ബിസിനസ് സംരംഭം നടത്തുന്ന ആളെന്ന രീതിയിൽ ശ്രീ ടോം സാറിന് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഇപ്പം പിണറായി സർക്കാരിനെ 10 വർഷങ്ങൾ നമ്മൾ വെറുത്തു ഇരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു പിണറായി മാറി പുതിയൊരു മന്ത്രിസഭ വന്നാൽ തന്നെ ജനങ്ങളെ എങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത് ഇവരിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം വെച്ചാൽ ഖജനാവ് എല്ലാം കട്ടുമുടിപ്പിച്ചു, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നുള്ളതാണ് എല്ലാമാണ്. എങ്ങനെ പുതിയ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആരും ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ UDF-ൻ്റെ, അതല്ല ജനങ്ങൾക്ക് വിഷയം. എങ്ങനെ ഭരണം നടത്തുക? ഈ സ്വന്തം അലങ്കാരത്തിന് വേണ്ടി മാത്രം ഇരിക്കാൻ ഒരു കസേരയല്ല മുഖ്യമന്ത്രി സ്ഥാനം. ജനങ്ങൾക്ക് സേവനം ചെയ്യണം. ജനസേവനം എന്നാണ് നിങ്ങളുടെ പേര്. അപ്പോൾ സ്വന്തം കീശ വീർപ്പിക്കാതെ, സ്വന്തം കീശ വീർപ്പിച്ചോ 100 മോട്ടിച്ചാൽ 50 എങ്കിലും നാടിന് വേണ്ടി ചിലവാക്കാനുള്ള ഒരു മനസ്സ് ഈ മന്ത്രിമാർ കാണിക്കണം. രാഷ്ട്രീയത്തിന് വരുന്നത് തന്നെ കാശ് വേണ്ടിയാണല്ലോ, അല്ലാതെ ജനങ്ങളെ സേവിക്കുന്ന പേരല്ലേ ഉള്ളൂ. ഏത് മുന്നണികൾ ഭരിച്ചാലും കുറച്ച് അഴിമതി ഉണ്ടാകും എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ആ അഴിമതി കഴിവതും ഇനിയെങ്കിലും ആ അഴിമതികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളെ നന്നായിട്ട്, ഇപ്പൊ UDF ഭരിച്ചാൽ നല്ല ഭരണമാണെങ്കിൽ ഇവർ കണ്ടിന്യൂ ഭരിക്കാം. ഇനി പിണറായി സർക്കാരൊന്നും ഇനി CPM-നെ ഒന്നും ജനങ്ങളെ അടുപ്പിക്കത്തില്ല. അല്ല, കഴിഞ്ഞ 10 വർഷങ്ങളുടെ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് പുതിയൊരു സർക്കാർ വരാൻ സാധ്യത. അതെ അതെ, അങ്ങനെയാണ് ജനം വിധി എഴുതിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടാണെന്ന്. ഒരിക്കലും ഇല്ല. UDF-ന്റെ ഒരു കഴിവ് ഇതിനകത്തില്ല. പിണറായി വിരുദ്ധ. ഇപ്പം കോൺഗ്രസ്സുകാർ നന്ദി പറയേണ്ടത് പിണറായി വിജയനോടാണ്. കാരണം പിണറായി വിരുദ്ധ വോട്ടുകളാണ് മൊത്തം UDF-ന് കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഒരു മിനിസ്ട്രി ഉണ്ടാവുകയാണെങ്കിൽ ആ ഭരണത്തെ, അവർക്കൊരു ഭരണം കൊടുത്തത് പിണറായി വിജയൻ തന്നെയാണ്. ഇപ്പം തിരുവനന്തപുരം
മേയർ ഈ ആര്യ രാജേന്ദ്രൻ BJP കൈ കൊണ്ട് കൊടുത്തില്ലേ? ഇപ്പൊ BJP-ക്കാർ പറയുന്നത് അവരുടെ ആ പിടിപ്പ് കുറവുകൊണ്ടാണ് ഭരണം പോയത് എന്ന് പറഞ്ഞ മാതിരി ഇപ്പം പിണറായിയുടെ പിടിപ്പുറവ് കൊണ്ടാണ് CPM-ന് ഭരണം നഷ്ടപ്പെടുന്നത്. പിണറായി വിരുദ്ധമാണ് എല്ലായിടത്തും. അല്ല, അതിലേക്ക് സാറ് പറഞ്ഞതിലേക്ക് വരാണെങ്കിൽ സമഗ്ര മേഖലയിലും കെടുകാര്യസ്ഥതയാണ്. അതായത് ആഭ്യന്തര വകുപ്പിൽ പോലീസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കിരാത ഭരണമാണ് പോലീസിൽ. പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകളെ തിരിച്ച് ശവമായിട്ടാണ് നമ്മൾ കിട്ടുന്നത്. കസ്റ്റഡി ഭരണങ്ങൾ ഉത്തര കൊറിയയിൽ നടക്കുന്ന മാതിരിയൊക്കെയാണ് ഇപ്പൊ കേരളം നടക്കുന്നത്. ചുമ്മാ ഒരു ഇതും ഇല്ലാതെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകും. അത് പിണറായി പറയുന്ന മാതിരി തന്നെയാണ് പോലീസുകാർ ചെയ്യുന്നത്. അത് അവർക്കൊരു IPS നിയമങ്ങളൊന്നും ഇല്ല, പാലിക്കുന്നില്ല അവർ. ഇനിയെങ്കിലും അതിനൊക്കെ ഒരു അറുതി വരുത്തി ജനങ്ങളിപ്പോൾ ജനങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പിണറായിയുടെ ഭരണത്തിൽ നിന്ന്. ഉത്തര കൊറിയയിലെ കിം ജോങ്ങിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മാതിരിയാണ് ഇപ്പം ടോം സാറ് പറഞ്ഞു വരുന്നത്. പിണറായി വിരുദ്ധ വികാരം ഉണ്ടായി ജനങ്ങൾ മടുത്തുകൊണ്ട് മറ്റൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു, ജനങ്ങൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സാറ് പറയുന്നത്. അത് നമുക്ക് ഊഹാപോഹങ്ങൾ മാത്രമാണ്. മെയ് 4-ാം തീയതി ഒരു 4 മണിയോടുകൂടിയ കേരളം ഏത് വശത്തേക്കാണ്, ഇടതിലേക്കാണോ വലതിലേക്കാണോ അതോ ഇനി BJP-യിലേക്കാണോ എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും. എങ്കിലും പൊതുവെയുള്ളൊരു വികാരം കണക്കിലെടുക്കുമ്പോൾ UDF-ന് അനുകൂലമായി വിധി എഴുതിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ UDF-ന് അധികാരം കൊടുക്കുന്നതിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വലിയ ഭാഗം വഹിച്ചിട്ടുണ്ടല്ലോ, വലിയ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് സാറിന്റെ അഭിപ്രായം. ഈ ഫ്ലെക്സുകളും കളിയാക്കിയുള്ള തൊട്ട് കാസർഗോഡ് വരെ ഫ്ലെക്സുകൾ ഇതൊക്കെ എത്ര കോടിയാണ്? 10,000-3,000 കോടിയോളം. ഈ 3,000 കോടി വല്ല ജനങ്ങൾക്ക് ഇപ്പം തന്നെ ഈ പുതുപ്പള്ളിയിലെ ചാണ്ടി ഉമ്മൻ നടത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു വേറിട്ടൊരു സൈക്കിളെ നടന്ന് ഒരു പോസ്റ്റ് പോലും അടിക്കാതെ സൈക്കിൾ നടന്ന് അതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ജനങ്ങൾക്കറിയാം. പിണറായിയുടെ എത്ര വലിയ ഫോട്ടോ വെച്ചാൽ ഇളെ പറ്റി ജനങ്ങൾക്കറിയാം. അല്ല, ഫ്ലെക്സുകൾക്ക് വേണ്ടി തന്നെ ധാരാളം പൈസ ഖജനാവിൽ നിന്നും ഇതൊക്കെ ഇപ്പം ഈ വെളുക്കം വെച്ചത് പാണ്ടായ മാതിരി അല്ല. ഇപ്പോ സർക്കാർ ഇപ്പോ പഴയ കാലങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മണ്ഡലത്തിലുള്ള ആരുടെയൊക്കെ വീട് എവിടെയാണ്, അവരുടെ പേരെന്താണ്, അവരുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, എന്തൊക്കെ ജോലി ചെയ്യണം, ഏതൊക്കെ കുട്ടികൾ എവിടെയൊക്കെ പഠിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പഴയ പൊതുപ്രവർത്തകർക്ക് അറിയാമായിരുന്നു. പേരെടുത്ത് വിളിച്ച് അവർക്ക് എല്ലാ ജനങ്ങളെയും അറിയാമായിരുന്നു. ഇന്നിപ്പോ കേരളത്തിൽ ഏത് നേതാവിന് അറിയാം തന്റെ മണ്ഡലത്തിലെ ആളുകളുടെ പേര്? അപ്പൊ ഇന്നിപ്പോ PR വർക്കിലൂടെയാണ് അധികാരം നിലനിർത്താൻ വേണ്ടി എല്ലാ ആളുകളും ശ്രമിക്കുന്നത്. അപ്പൊ PR വർക്ക് കൊണ്ട് മാത്രം അധികാരത്തിൽ വന്ന ജനങ്ങളുടെ പൾസ് അറിയാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട് അല്ലെങ്കിൽ തന്നെ തിരിച്ചു വരാം. ഈ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത, ജനങ്ങൾക്ക് അധിക ബാധ്യത, ഇനിയും നികുതി കൂടുതൽ അടിച്ചേൽപ്പിക്കാതെ എങ്ങനെ ഭരിക്കാൻ പറ്റും എന്നുള്ളത് വരുന്ന സർക്കാർ, ഏത് സർക്കാരായാലും അവരുടെ വലിയ വെല്ലുവിളിയാണ്. എങ്ങനെ നേരിടും എന്നുള്ളതാണ് വലിയ വെല്ലുവിളിയാണ്. അപ്പൊ ആ വെല്ലുവിളിയിൽ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ എവിടെ നിന്ന് അവർക്ക് റവന്യൂ ഇൻകം, വരുമാനം എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും എന്നുള്ളത് വലിയ വിഷയമാണ്. കാരണം കേന്ദ്രത്തിൽ നിന്നും കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ഇനി അടുത്ത ബജറ്റിൽ, അടുത്ത സർക്കാർ വരുമ്പോൾ അടുത്ത ബജറ്റ് വർഷത്തിലേക്കാണ് അവർക്ക് അനുവദിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് നയിക്കുന്ന UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ സുഗമമായി കേരളത്തിന് ലഭിക്കും എന്ന് വിശ്വസിക്കാനും സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ പിന്നെ എവിടെ നിന്ന് കേരളം ഫണ്ട് കണ്ടെത്തും എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രചരണ രംഗത്ത് മറ്റു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യുവാക്കൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകുന്നു, പഠിക്കാനുള്ള പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് മാസാമാസം അവർക്ക് സ്റ്റൈഫൻഡ് പോലെ കൊടുക്കും, മാത്രമല്ല സ്ത്രീ ജനങ്ങൾക്ക് KSRTC-യിൽ ഫ്രീ യാത്ര കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ അധികം പണം കണ്ടെത്തേണ്ടതായി വരും. ഇത് എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് വലിയ സാമ്പത്തിക വിദഗ്ധരെ ഇരുത്തി മാത്രം അവർക്ക് ചർച്ച ചെയ്ത് കണ്ടെത്തേണ്ട കാര്യമാണ്. സാമ്പത്തിക വിദഗ്ധരെ എത്തിയാലും പണം എവിടെ നിന്ന് വരും? ആ ഒരു സോഴ്സ് കൂടി ഇവർ കണ്ടെത്തേണ്ടി വരും. എന്തായാലും അത് വരുന്ന സർക്കാരിന്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക തന്നെയാണ്. ഈ ആശങ്ക കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. കാരണം ഈ ദുരിതങ്ങളൊന്നും ഇനി വീണ്ടും അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി പുതിയൊരു സർക്കാർ വന്നാൽ ഞങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകാൻ സാധിക്കും, ഞങ്ങളുടെ കുട്ടികൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റണം, അവർക്ക് വിദ്യാഭ്യാസം ഇവിടെ നിർവഹിക്കാൻ പറ്റണം, ജോലി കിട്ടണം എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ട് തന്നെയാണ് അവർ ഈ ഭരണവിരുദ്ധ വികാരം മുൻനിർത്തി വിലയിരുത്തി തന്നെയായിരിക്കും വോട്ട് ചെയ്യുക. പക്ഷെ അപ്പോഴും അധികാരത്തിൽ വരുന്ന സർക്കാരിന് ഇത് വലിയ വെല്ലുവിളിയാണ്. എവിടെ നിന്ന് ഈ പണം കണ്ടെത്തും? 6 ലക്ഷം കോടി എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി വീട്ടാൻ പറ്റുക? അതിനുപരിയായി ദൈനംദിന കാര്യങ്ങൾ സർക്കാരിന് എവിടെ നിന്ന് പണം കണ്ടെത്തി, ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ച് എങ്ങനെ പണം കണ്ടെത്തി ഭരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഈ ചോദ്യചിഹ്നം കേരളത്തിലെ ചെറുതും വലുതുമായ
എല്ലാ ആളുകൾക്ക്, അതായത് സാമ്പത്തികമായി ചെറുതും വലുതുമായി വരുമാനമുള്ള എല്ലാ ആളുകളുടെയും ചോദ്യചിഹ്നം തന്നെയാണ്, ആശങ്ക തന്നെയാണ്, കേരളത്തിലെ പൊതു ആശങ്കയാണ്. ഈ ആശങ്ക തന്നെയാണ് ഇപ്പോൾ എനിക്കും സാറിനും ഉള്ളത്, അത് തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെ ഇവർ കണ്ടെത്തും എന്നുള്ളത് വലിയ വിഷയമാണ്. അത് കണ്ടെത്താൻ എന്ത് മാർഗമാണ്? ഏതെങ്കിലും ഇന്ദ്രജാലക്കാരൻ്റെ കയ്യിലിരിക്കണ മാജിക്ക് ആ ദണ്ടുയർത്തി എങ്ങനെയെങ്കിലും സാമ്പത്തികം കണ്ടെത്താൻ ഒരു സർക്കാരിനും സാധ്യമല്ല. അപ്പം അതിന് ഫലപ്രദമായ കാര്യങ്ങൾ ആവിഷ്കരിച്ച്, പദ്ധതികളും പ്ലാനുകളും ആവിഷ്കരിച്ച് സാമ്പത്തികം കണ്ടെത്തി വരുന്ന സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.